ഈ 13 നമ്പർ മുറിയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രേത സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അല്ല, പ്രേത സാന്നിധ്യമല്ല, അവർ മാറാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ഒരു നല്ല വീടെടുത്തു, അതിന് 13 നമ്പർ ഇട്ടു. അപ്പോൾ നിങ്ങൾ പിന്നീട് അവിടുന്ന് സ്ഥാനം മാറേണ്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ പറയാമെന്ന് വെച്ചാൽ മുൻ കർമ്മ ഫലങ്ങൾ അതേ ആ ഒരു നമ്പറിൽ അവർ ജനിക്കുന്നത് എന്ന് തന്നെ പറയാനുള്ളൂ. 13 എന്നുള്ളതിൻ്റെ ആ എനർജിക്ക് മരണം എന്നുള്ള ഒരു വാക്കായിട്ടാണ് വരുന്നത്. ഏത് ചൈനയിലെ മരണം എന്നുള്ള വാക്കിനും ഇതിനും ഒരേ പ്രൊനൗൺസിയേഷനാണ്. 8 സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും എന്നതാണ്. അതേസമയം നമ്മൾ ഇന്ത്യൻ ഇത് പറയുമ്പോൾ അത് സാറ്റേൺ എനർജിയാണ്, ശനി. നരേന്ദ്രമോദി അദ്ദേഹം നോട്ട് നിരോധന സമയത്ത് 8-ാം തീയതി 8 എന്നുള്ള എനർജിക്ക് 8 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത്. അത് ശനിയുടെ ഒരു ശക്തമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ അത് വിജയിക്കുകയും ചെയ്തു. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ന്യൂമറോളജിസ്റ്റായ ശ്രീ സുനീഷ് തമ്പാനാണുള്ളത്. സർ നമസ്കാരം. സംഖ്യകൾക്ക് എനർജി ഉണ്ട്, വൈബ്രേഷൻസ് ഉണ്ട്. ഇവ നല്ലതായിട്ടും നമുക്ക് കിട്ടാറുണ്ട്, ചില സംഖ്യകൾ ചിലർക്ക് മോശമായിട്ടും വരും. ഇവയുടെ എനർജി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും മാറ്റാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂമറോളജിസ്റ്റിൻ്റെ പ്രാധാന്യം, അവരുടെ പ്രാധാന്യം. അപ്പോൾ ഈ എനർജീനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എനർജീനെയും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അതായത് ഓരോരാൾക്ക് ഓരോരോ കാര്യങ്ങളാണല്ലോ. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ, ചിലവർക്ക് അവരുടെ പ്രണയം വിജയിക്കണം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആളെ വിവാഹം കഴിക്കണം, ഇനിയല്ല എന്താ പറയുക ഉയർന്ന ജോലിയിലേക്ക്. അപ്പോൾ ഇതിനൊക്കെ ഈ എനർജി ഇവരുടെ പുറകിലുണ്ട്. അപ്പോൾ ആ എനർജി നമ്പറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം അവരെങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് അതിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള മറ്റ് എനർജി ആഡ് ചെയ്തുകൊണ്ട് അതിനെ ശരിയാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ മെയിനായിട്ടും ന്യൂമറോളജിയിൽ അതാണല്ലോ. അതെ അതെ അതെ. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു മോശപ്പെട്ട എനർജി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾക്കത് നല്ലതല്ല, അയാൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല പോകുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഒരു രീതിയിലും മാറ്റാൻ പറ്റില്ല. പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ മാറ്റാം. അത് ഡേറ്റ് ഓഫ് ബർത്ത് ജനിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ജ്യോതിഷന്മാരാണെങ്കിൽ അവിടെ അപ്പോൾ എന്താ പറയാ അവരുടെ ആ ഒരു കളം റെഡി ആയിരിക്കും. അതെ അതെ, അവരുടെ എന്താ പറയാ അവരുടെ വിധി റെഡി ആയി. അതെ അതെ. അപ്പോ ന്യൂമറോളജിസ്റ്റുകൾക്ക് ഇതിന്റെ എനർജി മാറ്റാൻ പറ്റുമോ? ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ എനർജി അത് എന്തായാലും മാറ്റാൻ പറ്റില്ല. അത് ജനിച്ചപ്പോൾ തന്നെ കിട്ടുന്നത്. അത് ഓരോരാളുടെയും അതിപ്പോൾ അതിനൊരു എന്താണ് അതിൻ്റെ സത്യാവസ്ഥ പറയാമെന്ന് വെച്ചാൽ മുൻ കർമ്മ ഫലങ്ങൾ, മുൻ ജന്മ ഫലങ്ങളായിരിക്കും അതേ ആ ഒരു നമ്പറിൽ അവർ ജനിക്കുന്നത് എന്ന് തന്നെ പറയാനുള്ളൂ. അല്ലേ, ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ്. പക്ഷേ ചിലവർ ഒരു എന്താ പറയുക ഒരു ഇരക്കുക, എന്താ പറയുക, നമ്മൾ ഭിക്ഷാടനം നടത്തുന്ന ഒരു സ്ത്രീയുടെ മകനായി ജനിക്കുന്നു. അല്ലെ, ആ കുട്ടി എന്ത് പിഴച്ചു. അതുപോലെ മറ്റൊരാളാണെങ്കിൽ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ട് പിറക്കുന്നു. അതെ, ഒരു കോടീശ്വരന്റെ മകനായിട്ട് പിറക്കുന്നു. ഇതിനൊക്കെ നമുക്ക് പറയാൻ എന്താണ്, ആ കുട്ടി എന്താണ് ആ കുട്ടി എല്ലാവരും ജന്മം കൊണ്ട് ഈക്വലാണ്. പക്ഷേ ഈ എനർജി കൊണ്ട് അവരെത്തുന്നത് ഓരോരോ സ്ഥലത്താണ്, ഓരോരോ ഓരോരോ പ്രത്യേകതരമായിട്ടുള്ള എനർജി ബേസിലാണ് അവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെ, അത് മുൻജന്മം ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ എനർജിനെ നമുക്ക് അനുകൂലമാക്കാം. അതായത് ഈ മുൻജന്മം കൊണ്ട് അനുഭവിക്കണമെങ്കിലും കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റാം. നമ്മൾ പൊതുവേ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നു അതേ പ്രിൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് പ്രിൻ്ററിൽ വരുന്ന ഇതായിട്ട് വന്ന അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഇൻപുട്ടാണ് മാറ്റേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ ഔട്ട്പുട്ട് നോക്കിയിട്ട് ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതല്ല വേണ്ടത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അതിൽ മാറ്റം വേണമെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത്, അതായത് കർമ്മം മാറ്റുക, കർമ്മഫലം മാറാൻ. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾക്ക് മാറ്റാനുള്ളത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പേരുകളാണെങ്കിലും ആ പേരിനനുസരിച്ചിട്ട് ആ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് റിസൾട്ടിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ഭാഗ്യം ജനിച്ചപ്പോൾ കിട്ടുന്ന ഭാഗ്യമുണ്ട്, അവൻ്റെ കർമ്മം കൊണ്ട് കിട്ടുന്ന
ഭാഗ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ അവന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ജനിച്ച ഭാഗ്യം പിന്നെ കുറവാണെങ്കിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഭാഗ്യത്തിനെ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് നേടിയെടുക്കാം. അതേസമയം പിന്നെ ജനിച്ചപ്പോഴേ നല്ല ഭാഗ്യമുണ്ട്, പക്ഷെ കർമ്മം ഏറ്റവും ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് ബ്ലോക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഈ നമ്പറിൽ മാറ്റം വരുത്താൻ അത് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് കർമ്മത്തിലുള്ള മാറ്റങ്ങളാണ്. ഈ കർമ്മത്തിന് അനുകൂലമാക്കാൻ നമുക്ക് നല്ല ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് കൊണ്ടും ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ജെം സ്റ്റോൺസ് കൊണ്ടും പിന്നെ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമുണ്ട്. എല്ലാവർക്കും എല്ലാ സമയവും അനുകൂലമല്ല. ആ സമയം ദോഷമായിരിക്കുന്ന സമയത്ത് ആ ഒന്ന കാര്യം ചെയ്യാതിരിക്കുക. അനുകൂലമായ സമയത്ത് അല്ലേ, കാറ്റിന് അനുസരിച്ച് എന്ന് പറയില്ലേ, കാറ്റിനനുസരിച്ചിട്ട് നമുക്ക് അനുകൂലമായി വരുന്ന സമയം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചില നമ്പറുകൾ പൊതുവില് അത് ദൗർഭാഗ്യമാണ് ആ നമ്പറുകൾ, അല്ലെങ്കിൽ ദൗർഭാഗ്യം നമുക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ 13-ാം നമ്പർ. അതെ അതെ, ഈ മന്ത്രിസഭയിലെല്ലാം കണ്ടല്ലോ അല്ലെ, ആൾക്കാർ അത് അവസാനം ഈ 13-ാം നമ്പറിൽ ഹോട്ടൽസിൽ പോലും റൂമുകളില്ല. അതെ അതെ, റൂമില്ല, ടേബിള്, റെസ്റ്റോറൻറ്റിൽ ടേബിൾ ഇല്ല. അതെ, അപ്പൊ അതൊരു ഭയങ്കര അൺലക്കി ആയിട്ടുള്ള ഒരു നമ്പറായിട്ട്. അത് പൊതുവെ ചൈനീസ് ന്യൂമറോളജി പ്രകാരമാണ് അതിന് ഇത്രയും വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ശാസ്ത്രപ്രകാരം അത്ര കുഴപ്പം ഇല്ല. 4ന്റെ സ്വഭാവമുണ്ട്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 13 എന്ന് പറഞ്ഞാൽ 1+4 അല്ല 1+3 = 4. ആ രാഹുവിൻ്റെ എനർജി വളരെ ഹാർഡ് വർക്കിംഗ് ഉള്ള എനർജിയാണ്. അതുപോലെ വളരെയധികം ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള എനർജിയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവരുടെ നിയമപ്രകാരം നിയമത്തിനനുസരിച്ച് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇതിനൊന്നും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു പേരോ അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടല്ലാത്ത ലൈഫ് പാത്ത് നമ്പറോ ആകുമ്പോൾ ഇവർക്ക് കൂടുതൽ സ്ട്രഗിളിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം ഇത് തന്നെ, നമ്മൾ ഓരോരോ എനർജിക്കും അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. അതിൻ്റെ ഗുണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞ ഈ 13ന്റെ കാര്യം, അത് ചൈനക്കാരാണ് പറയുന്നത്. ഞാൻ അതിനെ അത്രയും മോശമായിട്ടൊന്നും ഞാൻ കണക്കൂട്ടുന്നില്ല. 13-ാം നമ്പർ മുറിയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രേത സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അല്ല, പ്രേത സാന്നിധ്യമല്ല, അവര് മാറാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു നല്ല വീടെടുത്തു, അതിന് 13 നമ്പർ ഇട്ടു. അപ്പോൾ നിങ്ങൾ പിന്നീട് അവിടുന്ന് സ്ഥാനം മാറേണ്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ അല്ലേ, ഒരാൾ വീട് വന്നിട്ട് അവിടെ നിന്ന് മാറേണ്ടി വരിക എന്നുള്ളത് അത്ര ശുഭമായിട്ടുള്ള കാര്യമല്ലല്ലോ. അത് അവരെ അവിടെ നിന്ന് മാറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അത് അവരുടെ നാശത്തിന് കാരണമാകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ 13 നമ്പർ എടുത്തു, അപ്പോൾ പിന്നെ മാറേണ്ടി വരുന്നു എന്ന് പറയുന്നത് അല്ലേ, ഇവർ ഇപ്പം നമ്മുടെ ഇപ്പം സ്ഥാനാർത്ഥികളൊക്കെ എന്തൊക്കെ കഠിനാധ്വാനം ചെയ്ത് അല്ലേ, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇതൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട് അവിടെ കയറി അവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ആൾക്കാർ അതിനോടുള്ളൊരു ഭയമുണ്ട് പൊതുവെ. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയില്ലെങ്കിലും എന്തോ കുഴപ്പമുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കി, അതുകൊണ്ട് അങ്ങോട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ നമ്പർ 13 എന്നുള്ള ആ അക്കത്തിന് നമ്മളൊരു ഭയപ്പാടോട് കൂടിയിട്ടാണ് ശരിക്കും കാണുന്നത്. ഇത് ശരിക്കും ചൈനക്കാർ പിന്നെ ഈ 13 എന്നുള്ളതിൻ്റെ ആ എനർജിക്ക് മരണം എന്നുള്ള ഒരു വാക്കായിട്ടാണ് വരുന്നത്. ഏത് ചൈനയിലെ മരണം എന്നുള്ള വാക്കിനും ഇതിനും ഒരേ പ്രൊനൗൺസിയേഷനാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇതിൽ ഗൂഗിളിലും കാര്യങ്ങളും നോക്കി ഇത് പഠിച്ചു, ഇതെന്താണ് ഇത്രയും 13 എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെ മരണം 4 എന്നുള്ളതും അവർക്ക് ഇഷ്ടമേ അല്ല. അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പറായി കണക്ക് കൂട്ടുന്നത് 8ആണ്. 8 സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും എന്നതാണ്. അതേസമയം നമ്മൾ ഇന്ത്യൻ ഇത് പറയുമ്പോൾ അത് സാറ്റേൺ എനർജിയാണ്, ശനി. അപ്പോൾ ശനിയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഉയർച്ചയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ച് ചുറ്റിക്കും എന്നുള്ളതും നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിന് പോലും വലിയ ശിക്ഷ കിട്ടും. കാരണം ശനീശ്വരൻ അതാണ് കൃത്യം ന്യായാധിപനാണ്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കും എന്നുള്ളതാണ്. അതേസമയം ശനീശ്വരൻ സമ്പത്ത് ശരിക്കും മറ്റ് എനർജിയിൽ വരുന്നതിനേക്കാളും സമ്പത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാവും അനുകൂലമാണെങ്കിൽ ശനി മറ്റുള്ള ഗ്രഹങ്ങളോട് ചേർന്ന് അതെ നല്ല സ്ഥാനത്താണ്. അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ നല്ല നമ്മുടെ ന്യൂമറോളജി ആണല്ലോ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ അതുപോലെ പേരിൻ്റെ എനർജിയൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ കൃത്യമായിട്ട് പ്രയോഗിക്കാനും പറ്റണം നമുക്ക് 8 എന്നുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം ഈ നോട്ട് നിരോധന സമയത്ത് 8-ാം തീയതി 8 എന്നുള്ള എനർജിക്ക് 8 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത്. അത് ശനിയുടെ ഒരു ശക്തമായിട്ടുള്ളത്.
അതെ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ അത് വിജയിക്കുകയും ചെയ്തു. കാരണം ഇത്രയും വലിയൊരു രാജ്യത്ത് ഒരു നോട്ട് നിരോധനം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ചെറിയ രാജ്യത്ത് പോലും പ്രയോഗിച്ചിട്ട് നടന്നില്ല സംഭവം. അപ്പോൾ ആ ഒരു ശക്തി, അതൊരു ഒരു ജഡ്ജിൻ്റെ ശക്തമായിട്ടുള്ള ഒരു എനർജി അവിടെയുണ്ട്. അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ച ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാണ്ട് ഒരു നമ്പറും മോശമല്ല, പക്ഷെ എന്താണ് വേണ്ടത് ആ എനർജിക്ക് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഈ 8 എന്ന എനർജി കൊണ്ട് അവിടെ ഒരു പിന്നെ ബാറിന് അല്ലെ ഒരു എന്താ പറയുക മദ്യം വിൽപ്പന കേന്ദ്രം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേസമയം 8 എന്നുള്ളത് വെച്ചിട്ട് നിയമം അല്ലെങ്കിൽ ലോ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകത്തിന്റെ ഷോപ്പാണെന്ന് കരുതുക, അതിന് അനുകൂലമാണ്. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യം എന്നല്ല, ആ എനർജി സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മദ്യപിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്ന എനർജീനെ വേണം നമുക്ക് അവിടെ ഇടാം. ഇപ്പോൾ ഒരു 5-ന്റെ എനർജിയിൽ കൊടുക്കുക, എന്റർടൈൻമെന്റ് ചെയ്യാൻ, അത് സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് അല്ലാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമ്മുടെ കർമ്മയും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതെ, തീർച്ചയായിട്ടും. 8 എന്നുള്ള സംഖ്യ പറയുമ്പോൾ പ്രത്യേകിച്ച് കർമ്മ നല്ലോണം അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ.